ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 21 17 വാക്യം. അതിന്റെ മതിൽ അളന്നു, മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അളവുകൾ മനുഷ്യൻ്റെതല്ല, അത് സ്വർഗീയമായതാണ്. മനുഷ്യൻ ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതിമഹത്തായതാണ്. പുതിയ യെരുശലേമിന്റെ മതിലിനെ കുറിച്ച് പറയുന്ന ഈ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രവൃത്തികൾ, ഒരു സഹോദരനോടുള്ള സ്നേഹമുള്ള വാക്ക്, അല്ലെങ്കിൽ ഒരാളുടെ വേദനയിൽ പങ്കുചേരുന്ന ചെറിയ പ്രാർത്ഥന, ഇതെല്ലാം മനുഷ്യരുടെ കണ്ണിൽ നിസ്സാരമായി തോന്നാമെങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ അവയ്ക്ക് ദൂതന്മാരുടേതിന് തുല്യമായ മഹത്വമുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നാം ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് ദൈവാത്മാവിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ മേലും ദൈവം അത് സ്വർഗതുല്യമായി കണക്കിടുന്നു. നമ്മുടെ വിശ്വാസവും വിശ്വസ്തതയും ചെറുതാണെങ്കിൽ പോലും സ്വർഗീയ അളവുകോലിൽ അത് വലിയ മൂല്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയുമ്പോൾ നമ്മുടെ ബലഹീനതകളെ ദൈവം ശക്തിയാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം പുതിയ യെരുശലേമിന്റെ മതിലുകൾ പോലെ സുരക്ഷിതവും ഉറപ്പുള്ളതുമായി തീരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് ഓരോ ചെറിയ കാര്യത്തിലും വിശ്വസ്തയോടെ ജീവിപ്പാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി, ദൈവകൃപയെ നിലനിർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ അളവ് ദൈവദൂതന്റെ അളവിന് തുല്യമാക്കി തീർക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വീണ്ടും ആത്മാവിൽ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ പൂർത്തിയാക്കുവാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൈവിക ഹിതങ്ങളും നിറവേറ്റുവാൻ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ അതിയായി ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.